തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തു. നല്ല അഭിപ്രായങ്ങളായിരുന്നു ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത്. യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരോട് എങ്ങനെ പറയുമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. എന്നാൽ എല്ലാവരോടും പറയാൻ തന്നെ തീരുമാനിച്ചു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് ഹാളിൽ കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷമേ ഉറങ്ങാനായി റൂമിലേക്ക് പോവുകയുള്ളൂ. അവൾ അപ്പോൾ പറയാമെന്ന് വിചാരിച്ചു. അമ്മുക്കുട്ടി, എന്താ അമ്മുക്കുട്ടി നിൽക്കുന്നേ? വാ, നമുക്കേ ഈ ബോൾ അടിച്ച് കളിക്കാം. പിന്നെയില്ലേ അമ്മുക്കുട്ടി, എനിക്ക് വീടിന് വെളിയിൽ കളിക്കാൻ ഇഷ്ടമാണ്. ഇവരൊന്നും എന്നെ വീടിന് പുറത്തേക്ക് വീടില്ല. അമ്മുക്കുട്ടി എന്നെ കൊണ്ടുപോവോ? അതോ, ഞാൻ കൊണ്ടുപോവാട്ടോ. എങ്ങനെ പോവും? സ്റ്റെപ്പ് ഇറങ്ങണ്ടേ? നമുക്ക് കാർത്തി വരുമ്പോൾ പറയാട്ടോ. ഇപ്പം നമുക്കിവിടെ കളിക്കാം. കാർത്തി വരുമ്പോൾ പോവാം. പറ്റിക്കല്ലോ അല്ലേ? അവൻ ചോദിച്ചു. ഇല്ലടോ, നമുക്കിപ്പോൾ കളിക്കാം. രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അച്ഛമ്മ, അച്ഛ, എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? മായ ചോദിച്ചു. എന്താണേലും പറഞ്ഞോളൂ കുട്ടി, അച്ഛമ്മയും പറഞ്ഞു. അത് ആശ്രയം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് ആശ്രമമുണ്ട്. നമുക്ക് ശിവേട്ടനെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാലെന്തേ? അവൾ എല്ലാവരോടുമായി ചോദിച്ചു. അതെവിടെയാ മോളെ? ഹരി ചോദിച്ചു. അത് വരുന്നത് തമിഴ്നാട് ബോർഡറിലാണ്, ഒരു ഉൾഗ്രാമത്തിൽ. ഞാൻ ഗൂഗിളിലും മറ്റും നോക്കി. അവിടെ പോയാൽ ഗുണം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ മോളെ, അത്രയും ദൂരം? അമ്മ ചോദിച്ചു. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ ഏട്ടാ. നല്ലതാണെങ്കിൽ നമുക്കൊന്ന് പോയി കാണിക്കാം, ചെറിയച്ഛൻ പറഞ്ഞു. ഞാൻ അന്വേഷിക്കാം അച്ഛാ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. ഏട്ടത്തി പറഞ്ഞ പോലെ നമുക്കൊന്ന് കൊണ്ടുപോവാം, കാർത്തിയും പറഞ്ഞു. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. കാർത്തിയും രോഹിണിയും മുകളിലേക്ക് നടന്നു. കാർത്തി, എന്താ ഏട്ടത്തി? നാളെ ഇന്ന് ശിവേട്ടനെ താഴെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തുവോ? ആള് റൂമിൽ തന്നെ ഇരുന്ന് മടുത്തു. താഴെയാവുമ്പോൾ എനിക്കും ഈ റൂമിൽ തന്നെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? ശരി ഏട്ടത്തി, ഞാൻ നാളെ താഴെയാക്കി തരാം. അവൻ അതും പറഞ്ഞു പോയി. ഉറങ്ങുന്ന ശിവയുടെ തലയിൽ അവൾ തലോടി. എന്തോ അവൾക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നി. ആദ്യമായി ശിവയെ കണ്ട ദിവസം അവൾക്ക് ഓർമ്മ വന്നു. അന്ന് അവളുടെ പിറന്നാളായിരുന്നു. അമ്പലത്തിൽ പോയി കോളേജിലേക്ക് പോവാൻ ധൃതിയിൽ ഇറങ്ങുമ്പോഴാണ് നടയിൽ വെച്ച് ശിവേട്ടനുമായി കൂട്ടിയിടിച്ചത്. എന്നാൽ അവൾ കാണുമ്പോൾ തന്നെ നോക്കി നിന്ന ശിവേട്ടനോട് അവൾ സോറി പറഞ്ഞു പോയി. അന്ന് ആ മുഖത്ത് പ്രത്യേകം തിളക്കമുണ്ടായിരുന്നു. ഇന്നോ ഒന്നും അറിയാത്ത ഭാവത്തിൽ. ദൈവങ്ങൾ എന്തേ ഇങ്ങനെയെന്ന് പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോലും അമ്പലത്തിൽ പോവാതെ താൻ ഒരു കാര്യവും ചെയ്യില്ല. എന്നാൽ താൻ അനുഭവിച്ചതോ? എന്താടാ, ഉറങ്ങിയില്ലേ? നന്ദിയുടെ സംസാരമാണ് അവളെ ആ ചിന്തയിൽ നിന്ന് മോചിപ്പിച്ചത്. നന്ദുമ്മ, അവൾ അവരെ പിടിച്ചു കരഞ്ഞു. എന്നും ജോബ് കഴിഞ്ഞ് രോഹിണിയോട് സംസാരിച്ചിട്ടേ നന്ദ കിടക്കാൻ പോവുകയുള്ളൂ. എന്താടാ? അവൾ ആവലാതിയോട് ചോദിച്ചു. പിറ്റേന്ന് രാവിലെ കാർത്തി പോകുമ്പോൾ ശിവയെ താഴെ ഹാളിൽ ഇരുത്തിയിരുന്നു. രാവിലെ തന്നെ ശിവയെ കുളിപ്പിച്ചു രോഹിണി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശിവയോട് ഓരോ കാര്യങ്ങൾ രോഹിണി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതൊക്കെ ബാക്കിയുള്ളവർ ചിരിയോടെ കേൾക്കുന്നുമുണ്ട്. ഐശ്വര്യ കോളേജിൽ പോകുന്നത് കൊണ്ട് അങ്ങോട്ട് വരാറില്ല. അതുകൊണ്ട് കാർത്തിക്ക് കുറച്ച് സമാധാനമുണ്ട്. ഭക്ഷണം കഴിച്ച് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് പോവും. മായ ഒരു ബുട്ടിക് തുടങ്ങിയിട്ട് അങ്ങോട്ട് പോവും. മുത്തശ്ശിയും അമ്പലത്തിലും മറ്റും പോയി ചിലപ്പോഴൊക്കെ വൈകിട്ടേ വരാറുള്ളൂ. വീട്ടുജോലിക്കും അടുക്കളപ്പണിക്കും പുറംപണിക്കുമൊക്കെ ആൾക്കാരുണ്ട്. രോഹിണിക്ക് ആകെ ഒരു മുഷിച്ചിലാണ്. പിറ്റേന്ന് രാവിലെ കാർത്തി പോകുമ്പോൾ ശിവയെ താഴെ ഹാളിൽ ഇരുത്തിയിരുന്നു. രാവിലെ തന്നെ ശിവയെ കുളിപ്പിച്ചു രോഹിണി. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശിവയോട് ഓരോ കാര്യങ്ങൾ രോഹിണി പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അതൊക്കെ ബാക്കിയുള്ളവർ ചിരിയോടെ കേൾക്കുന്നുമുണ്ട്. ഐശ്വര്യ കോളേജിൽ പോകുന്നത് കൊണ്ട് അങ്ങോട്ട് വരാറില്ല. അതുകൊണ്ട് കാർത്തിക്ക് കുറച്ച് സമാധാനമുണ്ട്. ഭക്ഷണം കഴിച്ച് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് പോവും. മായ ഒരു ബുട്ടിക് തുടങ്ങിയിട്ട് അങ്ങോട്ട് പോവും. മുത്തശ്ശിയും അമ്പലത്തിലും മറ്റും പോയി ചിലപ്പോഴൊക്കെ വൈകിട്ടേ വരാറുള്ളൂ. വീട്ടുജോലിക്കും അടുക്കളപ്പണിക്കും പുറംപണിക്കുമൊക്കെ ആൾക്കാരുണ്ട്. രോഹിണിക്ക് ആകെ ഒരു മുഷിച്ചിലാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ ശിവയുടെ കാര്യം, അത് നോക്കാനാണ് ഇവിടെ വന്നത് എന്ന് അവൾക്ക് ബോധ്യമുണ്ട്. ശിവയെയും കൂട്ടി ഗാർഡനൊക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ രോഹിണി ആ വീടിൻ്റെ ചുറ്റും കാണുന്നത് തന്നെ ഇന്നാണ്. ഓരോന്ന് ചോദിച്ചും ക്രിക്കറ്റും മറ്റും കളിച്ചും അവർ ഉച്ചയ്ക്ക് ആഹാരവും കഴിച്ചു. വീണ്ടും ഓരോന്ന് പറഞ്ഞ് അവർ ഹാൾ റൂമിലിരുന്നു. ഇപ്പോൾ കളി മാത്രമല്ല, രോഹിണി കളർ പെൻസിലും ഡ്രോയിങ് ബുക്കും എടുത്ത് ഓരോ പടം വരയ്ക്കാനും കളർ ചെയ്യാനും പറയും. രാത്രി എല്ലാവരും ആഹാരം കഴിച്ച് ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു.
നല്ലൊരു ആശ്രമമാണെന്നും അവിടെ പോയാൽ സുഖം പ്രാപിക്കാതെ മടങ്ങില്ലെന്നും കാർത്തിയും ചെറിയച്ഛനും പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്കും അങ്ങോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ചു. ഇന്നാണ് ശിവയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. രോഹിണിയും ഹരിയും കാർത്തിയുമാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യ സാധനങ്ങളൊക്കെ അവർ എടുത്തു. ശിവയുടെ പുതിയ ജീവിതത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങാൻ പോകുന്നു. എല്ലാവരോടും യാത്ര ചോദിച്ച് അവർ വീട്ടിൽ നിന്നും ഇറങ്ങി. പച്ചപ്പ് നിറഞ്ഞ വഴിയിലൂടെ യാത്ര. അത് അവസാനിക്കുന്നത് വലിയൊരു നാലുകെട്ട് തറവാട്. ചുറ്റും കുളിർ പകരുന്ന അന്തരീക്ഷം. ദൂരെ നിന്നും വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാം. ആശ്രയ എന്ന് വലിയൊരു ബോർഡ് പുറത്തുണ്ട്. അവർ ശിവയെയും കൊണ്ട് പുറത്തു നിന്നു. പൂജാമുറിയിലായിരുന്ന രാമയ്യർ സ്വാമിയുടെ ചുണ്ടിൽ മന്ദഹാസം പെയ്തു. ഒടുവിൽ എൻ്റെ അടുക്കൽ എത്തിച്ചു അല്ലേ മഹാദേവ? നീ തന്ന എൻ്റെ കഴിവുകൾ ഞാൻ എന്നെല്ലാവും വിധം ശ്രമിക്കും. അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു. സ്വാമിജി, പുറത്താള് വന്നിട്ടുണ്ട്, ഒരാൾ വന്ന് പറഞ്ഞു. അയാളോടൊപ്പം സ്വാമിജി പുറത്തേക്ക് നടന്നു. അമ്മോ, ഇതേതാ സ്ഥലം? നല്ല രസം കാണാൻ, ശിവ ചോദിച്ചു. അതെ, ഇവിടെ വന്ന ശിവേട്ടൻ എഴുന്നേറ്റ് നിൽക്കും. അതാ ഇങ്ങോട്ട് വന്നത്. ഇഷ്ടപ്പെട്ടോ? അവൾ ചോദിച്ചു. ആ, നല്ല രസാ. ഞാൻ എഴുന്നേറ്റ് നടക്കുമോ അമ്മുക്കുട്ടി? അവൻ സന്തോഷത്തോടെ ചോദിച്ചു. നടക്കാലോ. അപ്പോൾ എനിക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റുമല്ലേ? ആ, അകത്തേക്ക് വന്നോളൂ. ഐശ്വര്യം തുളുമ്പുന്ന വെള്ള വസ്ത്രധാരിയായ ഒരു സന്യാസി സ്വാമിജി. മുഖത്ത് ഒരു ചിരി. അതിൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. എന്താണ് പറ്റിയത് ഇയാൾക്ക്? ആ സ്വാമിജി ചോദിച്ചു. ആക്സിഡൻ്റ് ആയിരുന്നു. വലിയൊരു കൊക്കയിലേക്ക് മറിഞ്ഞതാ. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടി. 2 വർഷമായി. ആദ്യമൊക്കെ കൈകാലുകൾ ചലിക്കില്ലായിരുന്നു. ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹരി ഒന്ന് നിർത്തി. ഇതെന്താ ഈ കയ്യിൽ? ശിവ അയാളോട് ചോദിച്ചു. ഇതൊരു ജപമാലയാണ്. കുട്ടിക്ക് വേണോ? അയാൾ ചോദിച്ചു. സാരമില്ല, എല്ലാം ശരിയാക്കാം. 1 വർഷം അല്ലെങ്കിൽ 6 മാസം, ഇതാണ് ഞങ്ങൾ പറയുന്ന സമയം. അതിനേക്കാൾ മുൻപ് സുഖം പ്രാപിച്ചവരുമുണ്ട്. എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ നിർത്തുക. കൂടെ ഒരാൾക്ക് നിൽക്കാം, അതും ഏറ്റവും അടുത്തയാൾക്ക് മാത്രം. ഇയാളുടെ കല്യാണം കഴിഞ്ഞതാണോ? അതെ സ്വാമിജി, ഇതാണ് അവൻ്റെ ഭാര്യ രോഹിണി. അയാൾക്ക് രോഹിണിയെ പരിചയപ്പെടുത്തി. കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല സ്വാമിജി. ഇവിടുത്തെ ഫീ ഒക്കെ? കാർത്തി ചോദിച്ചു. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കിഷ്ടമുള്ളത് തരാം. ഇവിടെ ഞാൻ ഫീ വാങ്ങാറില്ല. എല്ലാം സുഖം പ്രാപിച്ചു പോകുന്നവർ സന്തോഷമായൊരു തുക തരും. അത് ഇവിടെയുള്ള അനാഥ ജനങ്ങൾക്ക് കൊടുക്കും. ഇവിടെ തികച്ചും പരമ്പരയായി കൈമാറി വരുന്ന ചികിത്സാ രീതിയാണ്. എൻ്റെ മക്കൾ ഇവിടെയുണ്ട് എന്നെ സഹായിക്കാൻ. തൊട്ടപ്പുറത്ത് എൻ്റെ തറവാടാണ്. അപ്പുറത്തെ കെട്ടിടം, അവിടെയാണ് താമസിക്കാനും ചികിത്സിക്കാനുമുള്ള സ്ഥലം. ഇന്നു മുതൽ തുടങ്ങുന്നോ അതോ ഇപ്പം പോകുന്നുണ്ടോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ശങ്കുണ്ണി, അയാൾ വിളിച്ചു. എന്താ സ്വാമിജി? ശങ്കുണ്ണി ചോദിച്ചു. ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക, അയാൾ പറഞ്ഞു. അയാൾ അകത്തേക്ക് പോയി നല്ല നാടൻ സംഭാരം കൊണ്ടുവന്നു. ഇയാളോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ തീരുമാനം. ഭഗവാനിൽ വിശ്വസിക്കുക. എനിക്ക് പ്രാർത്ഥനയുണ്ട്. അതും പറഞ്ഞ് അദ്ദേഹം പോയി. മോളെ, നീ എന്തു പറയുന്നു? ഹരി ചോദിച്ചു. എനിക്ക് സമ്മതം അച്ഛാ, ഞാൻ നിന്നോളാം. അത്യാവശ്യം വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. ഇടയ്ക്ക് വന്നാൽ മതി കേട്ടോ. വണ്ടിയിൽ നിന്നും ബാഗ് എടുത്തു വെച്ചു. അവൾ ജനാലയുടെ അടുത്ത് നിന്നു. നല്ല തണുത്ത കാറ്റ് അവളുടെ മുടികളെ ചുംബിച്ചു പോയി. 6 മാസം കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ആദ്യമൊക്കെ നല്ല ബോറിംഗ് ആയിരുന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ നല്ലതായിരുന്നു. ശിവയെ രാവിലെ ഒന്നും കാണാൻ കിട്ടാറില്ല. ഒഴിച്ചിലും എണ്ണത്തേക്കലുമൊക്കെയായി റൂമിലായിരിക്കും. ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഉള്ള ചികിത്സാ റൂമുകളുണ്ട്. ആ സമയത്ത് ആണുങ്ങളുടെ മുറിയിൽ പെണ്ണുങ്ങളും പെണ്ണുങ്ങളുടെ മുറിയിൽ ആണുങ്ങളും കയറാൻ പാടില്ല. അവൾ മരുന്ന് അരയ്ക്കാനും ഊട്ടുമുറിയിൽ പോയി പാചകം ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പുറത്ത് തന്നെ അനാഥരായ കുട്ടികളും വൃദ്ധന്മാരുമുണ്ട്. കൂടുതൽ സമയവും അവിടെ നിൽക്കും. 3 മാസത്തെ രാവും പകലും ഉഴിച്ചിലും മറിച്ചിലുമൊക്കെ ഇടയിൽ ശിവ എഴുന്നേറ്റ് നിന്നു. എന്നാൽ നന്നായി ഒന്ന് നടക്കാൻ 5 മാസം വേണ്ടി വന്നു. അതിനുശേഷമാണ് പോയ ഓർമ്മകൾ തിരിച്ചു വരാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പൂജാ കർമ്മങ്ങളായി അധിക സമയവും ശിവ പൂജാമുറിയിൽ തന്നെയായിരുന്നു. വീട്ടിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ കാണാൻ വരും. അച്ഛൻ കാശിക്ക് പോയി എന്ന് പറഞ്ഞു. അല്ലിക്ക് 4 മാസമായെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു. കാർത്തി ആഴ്ചയിൽ 2 പ്രാവശ്യം വരും.
കാർത്തിയും രോഹിണിയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി. ഈ 6 മാസം ശിവന്റെ ഭാര്യയായിരുന്നു രോഹിണി. അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അവൻ്റെ വേദനകൾ അവളുടേതും കൂടിയായിരുന്നു. മിനിഞ്ഞാന്ന് സ്വാമിജി ഒരു ആയുർവേദിക് മരുന്ന് നൽകി, കൂടെ മന്ത്രവിദ്യകളും. 48 മണിക്കൂറാണ് സ്വാമിജി പറഞ്ഞ സമയം. അത് കഴിഞ്ഞ് എണീക്കുന്ന ശിവ പഴയ ശിവയായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ആ ദിവസമാണ്. അവൻ ഉണർന്നാൽ തന്നെ തിരിച്ചറിയുമോ? അതോ ഇല്ലെങ്കിൽ ഒരു ഭാര്യയായി എന്നെ അംഗീകരിക്കില്ലേ? ഇല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത സമയത്തെ കല്യാണം അത് തെറ്റല്ലേ? ഇനി ഡിവോഴ്സ് ചെയ്യുമോ? എങ്ങോട്ട് പോകും? ഒരാൾക്കറിയാതെ വിവാഹം നടന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് തെറ്റായി തോന്നും. ശരിയാണ്, തെറ്റ് തന്നെയാണ്. എന്നാൽ ആദ്യം അത് തോന്നിയെങ്കിലും ഈ 6 മാസക്കാലം ശിവേട്ടനുമായുള്ള നിമിഷങ്ങൾ സന്തോഷം മാത്രമാണ് തന്നത്. സ്വന്തം പോലെയാണ് ആ വീട്ടിലുള്ളവർ കാണുന്നത്. ഇതൊക്കെ തനിക്ക് നഷ്ടപ്പെടുമോ? രോഹിണി, സ്വാമിജി വിളിക്കുന്നുണ്ട്, ശാന്തമ്മ പറഞ്ഞു. അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. പൂജാമുറിയിലായിരുന്നു സ്വാമിജി. അവൾ അയാളുടെ അടുത്ത് പോയിരുന്നു. കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നല്ലതേ വരൂ കുട്ടി. ഇത് പുനർജന്മമാണ്. ഇത് ഈ ശിവന്റെ മാത്രം പാർവതിയാവാനായിരുന്നു. ഒരിക്കൽ ശിവൻ നഷ്ടപ്പെടുത്തിയ പാർവതി. അതിനുള്ള ശിക്ഷയായിരുന്നു 2 പേരുടെയും ഇത്രയും കാലത്തെ ജീവിതം. അയാൾ ചിരിയോടെ പറഞ്ഞു. സ്വാമിജി അങ്ങ് പറഞ്ഞത് സ്വാമിജി പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ല. സ്വാമിജി അങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല, അവൾ ചോദിച്ചു. അത് വൈകാതെ തന്നെ മനസ്സിലാകും. പിന്നെ അവനുണർന്നാൽ താൻ ആരാണെന്ന സത്യം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവന് മനസ്സിലായിക്കോളും. ഇപ്പോൾ പോവുക, അയാൾ പറഞ്ഞു. ദൈവത്തെ വണങ്ങി അവൾ അവിടെ നിന്നും പോയി. അപ്പോഴും അവളുടെ മനസ്സിൽ സ്വാമിജി പറഞ്ഞ വാക്കുകൾ കുടുങ്ങിക്കിടന്നു. വീട്ടിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇന്ന് സ്വാമിജി പറയും എപ്പോൾ പോകണമെന്ന്. അച്ചമ്മയടക്കം എല്ലാവരും വന്നിട്ടുണ്ട്. സ്വാമിജി പ്രത്യേകം പറഞ്ഞതാണത്. പഴയ കാര്യങ്ങൾ ശിവയ്ക്ക് ഓർമ്മയുണ്ടാകുമോ എന്നറിയാൻ വേണ്ടി. അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. ഇനി അമ്മു എന്ന വിളി കേൾക്കില്ലേ? വീൽ ചെയറിൽ നിന്നും എണ്ണീറ്റ് നടന്നപ്പോൾ ശിവയുടെ സന്തോഷം. അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തായിരുന്നു. അതിലവൾ ഞെട്ടിയിരുന്നു. ഞാൻ എണ്ണീറ്റ് നടന്നല്ലോ അമ്മുക്കുട്ടി എന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ ആ സന്തോഷം അവളും നിറഞ്ഞ മനസ്സാലെ ഏറ്റെടുത്തിരുന്നു. രോഹിണി ഏട്ടത്തി, എന്താ കാർത്തി? അവൾ ചോദിച്ചു. അച്ചമ്മ വിളിക്കുന്നു, അവൻ പറഞ്ഞു. ഞാൻ വന്നോളാം. ഏട്ടത്തിക്ക് പേടിയുണ്ടോ? കാർത്തി ചോദിച്ചു. അറിയില്ല, ശിവേട്ടനെ എങ്ങനെ എന്നെ സ്വീകരിക്കുമെന്ന്, ഉപേക്ഷിച്ചാൽ എങ്ങോട്ട് പോകുമെന്ന്. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അങ്ങനെ ചിന്തിക്കല്ലേ ഏട്ടത്തി. എൻ്റെ ശിവേട്ടൻ പാവമാണ്. ഏട്ടന് മനസ്സിലാവും. ഏട്ടൻ എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. കാർത്തി അവളെ ആശ്വസിപ്പിച്ചു. കാർത്തിയോടൊപ്പം അവൾ അച്ചമ്മയെ കാണാൻ പോയി. അച്ചമ്മയും അവളെ ആശ്വസിപ്പിച്ചു. എല്ലാവർക്കും പാവമായ സ്നേഹമുള്ള ശിവയെ മാത്രമേ പറയാനുള്ളൂ. ശിവ തൻ്റെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാൻ ശ്രമിച്ചു. തലയൊക്കെ വെട്ടിപ്പൊളിയുന്നത് പോലെ. അവൻ അടഞ്ഞു പോകുന്ന കണ്ണുകൾ മെല്ലെ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന തൻ്റെ കുടുംബത്തെ നോക്കി. അച്ചമ്മ, അമ്മ, അവൻ മെല്ലെ വിളിച്ചു. അവൻ്റെ ആ വിളിയിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു അവൻ അവരുടെയൊക്കെ ശിവയാണെന്ന്. മോനെ എന്ന് വിളിച്ച് അവനെ ചേർത്ത് പിടിച്ച് കരയുകയാണ് അമ്മ. മതി വിദ്യ കരഞ്ഞത്. അവനെ നമുക്ക് പഴയ ശിവയായി കിട്ടിയില്ലേ? അതിന് ദൈവത്തോട് നന്ദി പറയുക. എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോവുക, സ്വാമിജി പറഞ്ഞു. എനിക്ക് ശിവയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശിവ എണ്ണീക്കുക, സ്വാമി പറഞ്ഞു. ശിവ എഴുന്നേറ്റ് നിന്നു. ഞാനിത് എവിടെയാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ ഇവിടെ? നിങ്ങൾ ആരാണ്? അവൻ ചോദിച്ചു. ഇത് ഒരു ആയുർവേദിക് ആശ്രമമാണ്. ഞാൻ ഇവിടുത്തെ സ്വാമിജിയും. കഴിഞ്ഞ 3 വർഷത്തോളമായി ശിവയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ട്. ഈ വർഷങ്ങളിൽ ശിവ തികച്ചും കുട്ടികളെ പോലെയാണ് പെരുമാറിയിരുന്നത്. പിന്നെ എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യവും. അതൊക്കെ മാറി ഇവിടെ വരുമ്പോൾ ശിവയുടെ കാലുകൾക്ക് മാത്രമാണ് സ്വാധീനമില്ലാതിരുന്നത്. അതിപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. അതൊന്നും ഓർമ്മയില്ല സ്വാമിജി. എന്നാലും സ്വാമിജിയോട് ഞാൻ നന്ദി പറയുന്നു, എന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന്. അവൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നോടല്ല, ഈശ്വരനോടാണ് നന്ദിയും കടപ്പാടും വേണ്ടത്. പിന്നെ തൻ്റെ ഭാര്യയോട് അയാൾ പറഞ്ഞു നിർത്തി. എൻ്റെ ഭാര്യയോ? ഞാനതിന് വിവാഹം കഴിച്ചിട്ടില്ല സ്വാമിജി, ശിവ പറഞ്ഞു. നിന്റെ ഓർമ്മയിൽ ഉണ്ടാവില്ല, എന്നാൽ അത് യാഥാർത്ഥ്യമാണ്. തൻ്റെ വിവാഹം കഴിഞ്ഞു. അവളാണ് നീ ഇത്രയും വേഗം എഴുന്നേൽക്കാനും സുഖം പ്രാപിക്കാനും കാരണം.
പൂജയും വഴിപാടും എന്തിന് കഠിനമായ പരിഹാര കർമ്മങ്ങൾ പോലും അവളാണ് ചെയ്തത്. അതൊക്കെ തന്നെയാണ് നീ പഴയ നീയായി ഉയർത്തെഴുന്നേറ്റത്. അവളെ നീ കൈവിടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. സുഖം പ്രാപിച്ചതുകൊണ്ട് നിനക്ക് ഇന്ന് വേണമെങ്കിൽ വീട്ടിലേക്ക് മടങ്ങാം. അദ്ദേഹം അതും പറഞ്ഞ് ആ മുറിയിൽ നിന്നും പുറത്തുപോയി. ശിവയുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ ഉയർന്നു. ഞാൻ ഇത്രയും വർഷം അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ എന്തിനാ കുട്ടി എന്നെ കല്യാണം കഴിച്ചു? പണത്തിനും സ്വത്തിനും വേണ്ടി ആയിരിക്കുമോ? ആരായിരിക്കും അവൾ? വീട്ടുകാരോടൊപ്പം ഞാൻ ആരെയും കണ്ടില്ലല്ലോ. എന്നാലും എനിക്ക് ലഭിക്കാൻ പോകുന്ന ഓർഡർ, വലിയൊരു ഓർഡർ, അതിനൊക്കെ എന്തായിരിക്കും സംഭവിച്ചത്? ആ യാത്രയ്ക്കിടയിലാണ് എനിക്കിത് സംഭവിച്ചത്. വണ്ടിയിൽ മൊബൈൽ ഫോൺ കണക്ട് ചെയ്ത് സംസാരിച്ചപ്പോഴാണ് നേരെ വരുന്ന ലോറി കണ്ടത്. പിന്നീട് സംഭവിച്ചത് ഒന്നും ഓർമ്മയില്ല. മോളെ, നീ എന്താ അവൻ്റെ മുമ്പിൽ ചെല്ലാത്തത്? അമ്മ ചോദിച്ചു. എന്തോ ഒരു പേടി പോലെ. എങ്ങനെ എടുക്കുമെന്ന് അറിയില്ലല്ലോ, അവൾ പറഞ്ഞു. അവനെ ഞങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം, അച്ഛമ്മ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ചെല്ലാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാം, സ്വാമിജി പറഞ്ഞു. ശരി സ്വാമിജി, ഇത് ഞങ്ങളുടെ സന്തോഷമാണ്. അങ്ങ് സ്വീകരിക്കണം. ഒരു കവർ സ്വാമിജിയെ ഹരി ഏൽപ്പിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ അത് സ്വീകരിച്ചു.